കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഒട്ടേറെ പേരുണ്ട് ഈ അറബ് നാട്ടിലും. ബഹ്റൈനിലെ ഇബ്രാഹിം ബുസാദ് അവരിൽ ഒരാളാണ്. മുഹറക്കിൽ അദ്ദേഹം സ്വന്തം നിലയിൽ സ്ഥാപിച്ച ആർട്ട് ഗ്യാലറിയിലേക്കാണ് ഇനി. കലയിലെ ആധുനികവും പൗരാണികവുമായ സങ്കേതങ്ങളെ സമന്വയിപ്പിച്ച് ഒരു വിസ്മയക്കാഴ്ച ഒരുക്കുകയാണ് ബഹ്റൈനിലെ മുഹറഖിൽ വിശ്രുത കലാകാരൻ ഇബ്രാഹിം ബുസാദിന്റെ ആർട്ട് ഗ്യാലറി. പ്രശസ്ത കാലിഗ്രാഫി വിദഗ്ധനും ബഹ്റൈൻ ആർട്ട് സൊസൈറ്റിയുടെ സ്ഥാപകാംഗവുമായ ഇബ്രാഹിം ബുസാദിന്റെ കലാസബരിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ ചാരുതയോടെ പകർത്തിവെച്ചിരിക്കുന്നു ഇവിടെ. 1954 മുഹറഖിൽ ജനിച്ച ബുസാദ് തന്റെ ജന്മനഗരത്തിൽ തന്നെയാണ് ഈ കലയുടെ വിസ്മയഗോപുരം സ്ഥാപിച്ചിരിക്കുന്നത്. 2 നിലകളിലായി സജ്ജീകരിച്ച ഈ ആർട്ട് ഗ്യാലറി കലയിലെ ആധുനികതയുടെയും ക്ലാസിക് സൗന്ദര്യത്തിന്റെയും 2 ഭാവങ്ങളെ മനോഹരമായി പ്രതിനിധീകരിക്കുന്നു. 1978 ബാഗ്ദാദ് സർവകലാശാലയിൽ നിന്ന് ഫൈൻ ആർട്സിൽ ബിരുദം നേടി. നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങളും ബുസാദിനെ തേടിയെത്തിയിട്ടുണ്ട്. 2006 ഒമാനിൽ GCC തലത്തിൽ നടന്ന കലാപ്രദർശനത്തിൽ ഗോൾഡൻ ലീഫ് പുരസ്കാരം, 2005 ദുബൈയിൽ വെച്ച് നടന്ന MR ആർട്ട് ഇന്റർനാഷണൽ കൺവെൻഷനിൽ നേടിയ പുരസ്കാരം എന്നിവ ഈ അംഗീകാരങ്ങളിൽ ചിലതു മാത്രം. ബുസാദിന്റെ തഗസീം എന്ന രചന ഈയിടെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സ്ഥാനം പിടിച്ചു. ജനിച്ച നഗരവും അതിന്റെ ചുറ്റുപാടുകളുമാണ് ഈ കലയുടെ ആദ്യ നാളുകളിൽ കലാകാരനെ ഏറ്റവും ആകർഷിച്ചത്. ബുസാദിന്റെ ആദ്യകാല രചനകളിൽ പ്രകൃതിയുടെ മനോഹരമായ വേഷപ്പകർച്ചകളും സ്ഥാനം പിടിച്ചു. പിന്നീട് മനുഷ്യന്റെ അസ്തിത്വം തേടിയുള്ള അന്വേഷണങ്ങൾ മുതൽ ജീവിതത്തിന്റെ ദാർശനിക പരിസരങ്ങൾ വരെ ബുസാദിന്റെ രചനകൾക്ക് പ്രമേയമായി. അറബിക് കാലിഗ്രാഫിയിലെ അനിതര സാധാരണമായ വൈഭവം ഉപയോഗിച്ച് ബുസാദ് വരച്ച മികവുറ്റ രചനകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. മുഹറഖിലെ ആർട്ട് ഗ്യാലറിയിൽ പിതാവിന്റെ കലാസൃഷ്ടികൾ കാഴ്ചക്കാർക്ക് പരിചയപ്പെടുത്തിയും അദ്ദേഹത്തിന്റെ കലാസബരിയെ പ്രണയിച്ചും മകൻ ഹമദ് ബുസാദ് സജീവമാണ്. ബഹ്റൈനിലെ ടെലികമ്മ്യൂണിക്കേഷൻ സ്ഥാപനത്തിൽ സീനിയർ മാർക്കറ്റിംഗ് മാനേജരായി ജോലി ചെയ്യുമ്പോഴും പിതാവ് വെട്ടിത്തെളിച്ച കലയുടെ വഴിയിൽ തന്റേതായ ഇടം കണ്ടെത്താൻ പരിശ്രമിക്കുക കൂടി ചെയ്യുന്നു ഇദ്ദേഹം. Actually, the building we meant to have it to keep the Bahraini traditional look and feel in it, but still using some of the modern touches. ചെറുപ്പകാലം മുതൽ പിതാവിന്റെ കലാജീവിതം കണ്ടുവളർന്ന ഇദ്ദേഹം കലയുടെ ബാലപാഠങ്ങൾ പഠിച്ചതും പിതാവിന്റെ പരിശീലന കളരിയിൽ തന്നെ. പിതാവിന്റെ കലയോടുള്ള ആഭിമുഖ്യത്തിന്റെ കാവലാളായി ജീവൻ തുടിക്കുന്ന കലാരൂപങ്ങളുമായി ഈ ആർട്ട് ഗ്യാലറിയിൽ സന്ദർശകരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പ്രവാസ ലോകത്തെ മനുഷ്യർക്ക് അല്പം സമാധാനം പകരുന്ന ആകാശ വാർത്തകളും വന്നിരിക്കുന്നു. ഇത്തിഹാദ് ജെറ്റ് സഹകരണ കരാറാണ് ഇതിൽ പ്രധാനം. ഭാവിയിൽ നിരക്കിളവിന് വരെ സാധ്യതയുള്ള ആ കരാറിൻ്റെ ഉള്ളകങ്ങളിലേക്കാണ് ഇനി. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വ്യോമയാന മേഖലയിൽ ഇന്ത്യ ഗൾഫ് സഹകരണം ശക്തിപ്പെടുമ്പോൾ പ്രവാസ ലോകം ആഹ്ലാദത്തിലാണ്. അധികം വൈകാതെ നിരക്കിളവിന്റെ ഗുണഫലം ലഭിച്ചേക്കുമെന്നതാണ് ആഹ്ലാദത്തിന്റെ കാരണം. ജെറ്റ് എയർവേസിന് കൂട്ടായി അബുദാബിയിലെ ഇത്തിഹാദ് എയർവേസിന്റെ വരവ് ചിത്രം മാറ്റും. ഇന്ത്യൻ വിമാന കമ്പനികളിൽ 49% വരെ ഓഹരി നിക്ഷേപം നടത്താൻ വിദേശ വിമാന കമ്പനികൾക്ക് അനുമതി നൽകിയ ശേഷമുള്ള ആദ്യത്തെ ഇടപാടാണിത്. This achieves two objectives. One, of course, to provide more capacity, passenger capacity. The other is also it brings foreign investment, and Jet Airways has benefited. Not only Jet Airways, it will benefit the entire civil aviation sector because it will increase the connectivity between India and UAE. ഗൾഫിൽ ഏറെ സ്വാധീനമുള്ള ഇത്തിഹാദ് എയർവേസിന് മാത്രമല്ല ജെറ്റ് എയർവേസിനും കരാർ ഏറെ ഗുണം ചെയ്യും. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ വെറും 2% മാത്രമാണിപ്പോൾ ഇത്തിഹാദിന്റെ പങ്കാളിത്തം. എമിറേറ്റ്സിനാവട്ടെ 13%. ഇന്ത്യയിലെ 10 നഗരങ്ങളിൽ നിന്ന് ആഴ്ചയിൽ 52 ഫ്ലൈറ്റുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഇത്തിഹാദ് ജെറ്റുമായി കരാർ രൂപപ്പെടുത്തിയതോടെ വലിയ മുന്നേറ്റമാവും നടത്തുക. ഇന്ത്യയിൽ നിന്ന് എമിറേറ്റ്സ് എയർലൈൻസ് ദുബൈയിലേക്ക് ആഴ്ചയിൽ 185 സർവീസുകൾ നടത്തുന്നുണ്ട്. ഇത്തിഹാദ് ജെറ്റ് കരാർ വരുന്നതോടെ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള US, യൂറോപ്പ് യാത്രക്കാർക്ക് അബുദാബി പ്രധാന ഹബ്ബായി മാറും. ഇരു കമ്പനികളും സീറ്റുകൾ ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്.
ഇന്ത്യ ദുബായ് സെക്ടറിലെ യാത്രാനിരക്ക് കൂടുതൽ ഇളവുകൾ നൽകി ആകർഷകമാക്കാൻ എമിറേറ്റ്സ് എയർലൈൻസ് തയ്യാറാകും. മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾക്ക് നിരക്കിളവിനോടൊപ്പം ഭേദപ്പെട്ട യാത്രയ്ക്കും അത് തീർച്ചയായും അവസരമൊരുക്കും. There is growing traffic between India and UAE. As I mentioned, there are currently 700 flights a week between the two countries, but most of the airlines feel that it's not enough. And also there is a growing traffic. Earlier it was growing at the rate of about 10%, and because of the economic downturn it has come down, but it will resume again. പുതിയ റൂട്ട് ലഭിക്കുന്നതോടെ ഗൾഫിൽ ജെറ്റിനും നല്ല കാലമാവും വരിക. എമിറേറ്റ്സിനൊപ്പം ഇത്തിഹാദിന്റെ സേവന ശൃംഖലയും അതിവിപുലമാണ്. 13 ആഗോള വിമാന കമ്പനികളുമായുള്ള കരാർ വഴി നൂറുകണക്കിന് നഗരങ്ങളിലേക്ക് കൂടി സർവീസ് നടത്താൻ കഴിയുന്നതോടെ ജെറ്റിന് കൂടുതൽ അവസരം തുറന്നു കിട്ടും. 2 വിമാന കമ്പനികളുടെയും പ്രവർത്തന ചെലവുകൾ ഗണ്യമായി കുറയുമെന്നതും കരാറിന് മറ്റൊരു ഗുണമാണ്. വിമാനങ്ങളും ഇന്ധനവും സംയുക്തമായി വാങ്ങുന്നതോടെ ചെലവ് വീണ്ടും കുറയും. എന്നാൽ ഇന്ത്യയിലെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനികളും എയർ ഇന്ത്യയും അത്ര താൽപ്പര്യത്തിലല്ല ജെറ്റ് ഇത്തിഹാദ് കരാറിനെ കാണുന്നത്. വിദേശയാത്രകളിൽ അബുദാബി ഹബ്ബായി തിരഞ്ഞെടുക്കുന്നവർക്ക് ഇനി ജെറ്റ് സർവീസുകളോടാവും പഥ്യം. യാത്രാ നിരക്കിൽ കാര്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ. 10 മുതൽ 15% വരെയെങ്കിലും കുറവുണ്ടായേക്കും. എങ്കിൽ ആകാശ കരാറുകൾ ഇനിയും വരട്ടെ കൂടുതലായി. ചരിത്രത്തിൻ്റെ ഗന്ധം ഇന്നും സജീവമായി നിൽക്കുന്ന ഒരു തുരുത്തിലേക്കാണ് അടുത്ത യാത്ര. പരദേശ മണ്ണിൽ ഭാർഗവി നിലയത്തിൻ്റെ ഓർമ്മകൾക്ക് സമാനമായ അനുഭവങ്ങളാണ് അൽ ജസീറ അൽ ഹംറ പകർന്നേകുന്നത്. ചരിത്രഗതിയിൽ കാലം കരുതി വെച്ച ഒരു സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ. മരുഭൂമിയുടെ വിജനതയിൽ അതിജീവന വഴിയിൽ എവിടെയോ ഇടറി വീണുപോയ ഒരു ജനതയുടെ ജീവതാളം ഇന്നും ഇവിടെയുണ്ട്. അൽ ജസീറ അൽ ഹംറയ്ക്ക് പറയുവാനും പങ്കുവയ്ക്കുവാനും ഏറെയുണ്ട് മിത്തുകൾ. 16-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്ന് കുടിയേറിയ സാബ് വംശജർ അധിവസിച്ച ഈ സാമ്രാജ്യം UAE-യിലെ ഏറ്റവും വലിയ കുടിയേറ്റ പട്ടണമാണ്. നാസഗ്രന്ഥികളെ പഴമയിലേക്ക് ആവാഹിക്കുന്ന ഒരു ഗന്ധം ഇവിടെയെങ്ങും മുറ്റി നിൽക്കുന്നുമുണ്ട്. ചരിത്രത്തിലെവിടെയോ മറന്നുപോയ ഈ പൈതൃക ഗ്രാമത്തിന് ചുവന്ന ദ്വീപെന്നും വിളിപ്പേരുണ്ട്. 40 വർഷങ്ങൾക്ക് മുമ്പ് സാബ് വംശജരുടെ അവസാന തലമുറ ഉപേക്ഷിച്ചതോടെ ഇന്ന് ശ്മശാന സമാനമാണ് ഈ ചുവന്ന ദ്വീപ്. ഈ ഏകാന്ത ഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന ഓരോ കെട്ടിടത്തിനും ഗതകാലങ്ങളുടെ കഥ പറയാനുണ്ട്. മൺകട്ടകളും ഇത്തിളുകളും കക്കകളും കണ്ടലും ഈന്തപ്പന തടികളും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇവിടുത്തെ മിക്ക കെട്ടിടങ്ങളും. പലതും ഇടിയുകയും പുറ്റെടുക്കുകയും ചെയ്തു. തുരുമ്പെടുത്ത ഈ നഗരത്തിന്റെ കവാടത്തിൽ തന്നെ നൂറ്റാണ്ട് പഴക്കമുള്ള നമസ്കാര പള്ളിയും കാണാം. ഒരു ദേശത്തിൻ്റെയും ജനതയുടെയും പ്രതാപത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ മിനാരം. കടലിനഭിമുഖമായി നിർമ്മിച്ച പള്ളിയിലെ റാന്തൽ വിളക്കുകളും കിളിവാതിലുകളും ഇന്നും പഴയ കാലത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു. 100-ലധികം ചെറിയ വീടുകളുണ്ടായിരുന്ന ഈ നഗരത്തിൽ വിദ്യാലയവും ചന്തയും വിശ്രമസ്ഥലവും കോടതിയും ജയിലും തുടങ്ങി ഇല്ലാത്തതായി ഒന്നും തന്നെയില്ല. ചരിത്ര പുസ്തകത്തിലെ താളുകൾ പോലെ ചുവന്ന ദ്വീപിലെ ഓരോ മൂലയും വിവരണാതീതമായി നമ്മോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. സാബ് വംശജരുടെ ഷെരീഫ് താമസിച്ചിരുന്ന 2 നില വീടുകളും തലയെടുപ്പോടെ ഇന്നും നിലനിൽക്കുന്നത് കാണാം. മത്സ്യബന്ധനം നടത്തിയും മുത്തുകൾ വാരിയും ജീവിതം നയിച്ചവരായിരുന്നു ചുവന്ന ദ്വീപിലെ അന്തേവാസികൾ. റാസൽ ഖൈമയ്ക്കടുത്തുള്ള അൽ ജസീറ അൽ ഹംറ ഒരു കാലത്തെ പ്രശസ്തമായ തുറമുഖമായിരുന്നു. സജീവമായിരുന്ന ഈ നഗരത്തിന്റെ പ്രതാപകാലത്ത് വിവിധ നാടുകളിൽ നിന്നായി നിരവധി പേരാണ് ഇവിടെ എത്തിയിരുന്നത്. വിജനതയുടെ ഏകാന്തതയിൽ കഴിയുന്ന ഈ നഗരത്തെക്കുറിച്ച് പ്രേതങ്ങളുടെ താഴ്വരയെന്ന് കുപ്രചാരണങ്ങളും നിലവിലുണ്ട്. 1970-കളിൽ
UAEയുടെ രൂപീകരണ കാലത്തിന് ശേഷമാണ് സാബ് വംശജർ ചുവന്ന ദ്വീപ് വിടുന്നത്. അൽ ജസീറ അൽ ഹംറയെ റാസൽ ഖൈമയുടെ ഭാഗമാക്കാൻ ശ്രമം നടന്നു എങ്കിലും അവസാനത്തെ സാബ് ഷെരീഫായിരുന്ന ഷെയ്ഖ് ഹുസൈൻ ബിൻ റഹ്മാ അൽ സാബി അതിന് വിസമ്മതിക്കുകയായിരുന്നു. സാബ് ഉപേക്ഷിച്ചതോടെ 4 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ചുവന്ന ദ്വീപ് അനാഥമായി. പിന്നീട് കാലപ്പഴക്കത്താൽ വിസ്മൃതിയിലേക്ക് പുറന്തള്ളപ്പെടാൻ സാധ്യതയുള്ള ഒരു സംസ്കാരത്തിന്റെ അടയാളങ്ങളെ റാസൽ ഖൈമ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുകയായിരുന്നു. ചരിത്ര കുതുകികളും സഞ്ചാരികളും ഇന്ന് ചുവന്ന ദ്വീപിനെ തേടിയെത്തുന്നുണ്ടെങ്കിൽ ആരോ കരുതിവെച്ച ആ പ്രതാപ ചരിത്രത്തിന്റെ സവിശേഷതകൾ കൊണ്ട് തന്നെയാണ്. വിവിധ എമിറേറ്റുകൾ ഒത്തുചേർന്ന UAEയുടെ മണ്ണിനുമുണ്ട് വൈവിധ്യത്തിൻ്റെ സൗന്ദര്യം. ആ വിസ്മയങ്ങളിലേക്കാണ് യൂസുഫ് അലി ഇത്തവണ ക്യാമറ തിരിക്കുന്നത്. വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. കൂടുതൽ വേറിട്ട ഉള്ളടക്കവുമായി അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും. ഈ എപ്പിസോഡിനെ കുറിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും പതിവ് പോലെ നല്ലൊരു അറബ് നമസ്കാരം.